ഹലോ, നമ്മൾ പല ചലഞ്ചസിനെ കുറിച്ചും കേട്ടിട്ടില്ലേ? ഐസ് ബക്കറ്റ് ചലഞ്ച്, ഫിറ്റ്നസ് ചലഞ്ച്, അങ്ങനെ ഒട്ടനവധി. ഇതുപോലെ 25 ഡേയ്സ് നോമ്പ് ചലഞ്ച് ഏറ്റെടുത്താലോ? നിങ്ങൾ എന്ത് പറയുന്നു? എന്തിനാണ് നമ്മൾ ഈ 25 ഡേയ്സ് നോമ്പ് ചലഞ്ച് ഏറ്റെടുക്കുന്നത്? അതിന് കാരണങ്ങൾ പലതാണ്. ഒന്നാമത്തെ കാരണം, നമ്മൾ ഡിസംബർ 25-ാം തീയതി രക്ഷകൻ്റെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയല്ലേ? ആ വലിയ സന്തോഷത്തിന് വേണ്ടി, ആ രക്ഷകൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ ആ സന്തോഷത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന രീതിയിൽ നമ്മുടെ ഒരു നോമ്പും നമ്മുടെ ചില നിഷ്ഠകളും കർത്താവിന് നമ്മൾ ഒരു സമ്മാനമായിട്ട് സമർപ്പിക്കുകയാണ്. രണ്ടാമതായി, നമ്മുടെ നസ്രാണി വിശ്വാസ പാരമ്പര്യത്തിൽ നമ്മുടെ പൂർവികർ ഒരു വർഷത്തിലെ 365 ദിവസങ്ങളിൽ 225 ദിവസങ്ങളിലും കൂടുതലും നോമ്പിലായിരുന്നു. അതായത് ഒരു വർഷത്തെ ഭൂരിഭാഗം ദിവസവും നോമ്പെടുത്തരുത് എന്നുള്ളതാണ്. ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ 25 നോമ്പും നമ്മുടെ നസ്രാണി വിശ്വാസ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. ആ പാരമ്പര്യവും നമുക്ക് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഉപയോഗിക്കാം. മൂന്നാമതായി, ഈ നോമ്പ് നോക്കുന്നതിലൂടെ ഫിസിക്കലായിട്ട് നമുക്ക് കുറേ മെച്ചങ്ങളുണ്ട് കേട്ടോ. ഈ കലോറി ഇൻടേക്കും ഷുഗർ കണ്ടൻറ്റും ഒക്കെ കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് കുറയും, ആവശ്യമില്ലാത്ത അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും, അതുപോലെ തന്നെ നമ്മൾ കൂടെ ശാന്തമാകും, നമുക്കൊരു ഹെൽത്തി ആൻഡ് ഹൈജീനിക് ഹാബിറ്റും നമുക്ക് തുടങ്ങാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാ, നോമ്പ് നോക്കില്ലേ? നാലാമതായി, നമുക്കിഷ്ടപ്പെട്ട ചില കാര്യങ്ങളോട് നോ പറയാൻ നമുക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടും തോന്നാറില്ലേ? ഉദാഹരണത്തിന്, നമ്മുടെ മുമ്പിൽ ഫ്രൈഡ് ചിക്കൻ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഭയങ്കര എൻജോയ് ചെയ്ത് കാണുകയാണ്. അവിടെയൊക്കെ നമ്മൾ ട്രാപ്പിലാകാറില്ലേ? സ്നേഹം നിറഞ്ഞവരെ, നോമ്പ് നോക്കുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളോടും കാര്യങ്ങളോടും നമ്മൾ നോ പറയുമ്പോൾ നമ്മൾ കൂടുതൽ മാനസികമായിട്ട് ശക്തിയുള്ളവരാവുകയാണ്, ധൈര്യമുള്ളവരാവുകയാണ്. അപ്രകാരം ഈ നോമ്പ് നോക്കുന്നതിലൂടെ നമുക്ക് മെച്ചങ്ങൾ ഏറെയാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ 25 നോമ്പ് നോക്കാൻ ഈ വർഷത്തിൽ 2025 വർഷത്തിൽ നമുക്കിനി വേറൊരു ചാൻസേ ഇല്ല. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, അതുകൊണ്ട് മിസ് ചെയ്യരുത്. 25 ദിവസമല്ലേ ഉള്ളൂ, അതങ്ങ് പെട്ടെന്ന് കടന്നു പോകും. പക്ഷേ ഈ നോമ്പ് നോക്കുന്നതിലൂടെ, നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാൾ ഒരുങ്ങുന്നതിലൂടെ ഈ സന്തോഷം ഇരട്ടിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ നോമ്പ് നോക്കണം. നോക്കില്ലേ?